കേരള പോലീസിന് ഗുണ്ടകളോട് എന്നും ഒരു പ്രത്യേക മമതയുണ്ട്. അടുത്തിടെയുണ്ടായ ഗുണ്ടാ ആക്രമണ കേസുകൾ പരിശോധിച്ചാൽ അത് എല്ലാവർക്കും മനസ്സിലാകും. ആക്രമണങ്ങളോ കൊലപാതകങ്ങളോ ഉണ്ടായാൽ കൃത്യമായി പ്രതികളെ പിടികൂടാൻ പോലീസിന് മടിയാണ്. മാധ്യമങ്ങൾ തുടരെ റിപ്പോർട്ട് നൽകുമ്പോൾ മാത്രമാണ് കേസുകളിൽ പ്രതികളെ പിടികൂടുക. അഥവാ കേസുകളിൽ പ്രതികളെ പിടികൂടുമെന്നിരിക്കട്ടെ, അവരെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ പഴുതുകളും ഇട്ടായിരിക്കും കോടതികളിൽ കുറ്റപത്രം സമർപ്പിക്കുക. ഇങ്ങനെയൊക്കെയല്ലേ പോലീസിന് ഗുണ്ടകളെ സഹായിക്കാനാവൂ? അവരില്ലെങ്കിൽ പോലീസിലെ തന്നെ ചില ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങളും നടക്കില്ലല്ലോ. സംസ്ഥാനത്തെ പോലീസ് സേനയിലെ എല്ലാ അംഗങ്ങളും ഇത്തരക്കാരാണെന്ന അഭിപ്രായം നമുക്കില്ല. പക്ഷേ എവിടെയൊക്കെയോ ഇത്തരക്കാരുണ്ട്. അതിപ്പോൾ താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെയുള്ളവർ ഗുണ്ടാ നേതാക്കളുടെ ഇഷ്ടക്കാരാണ്. അതുകൊണ്ടൊക്കെയാണ് പല കേസുകളിലും അവർക്ക് ഈസിയായി, അതായത് ഗുണ്ടകൾക്ക് ഈസിയായി ഊരിപ്പോരാൻ സാധിക്കുന്നത്. പള്ളിത്ര സ്വദേശി ജെറ്റ് സന്തോഷ് എന്ന സന്തോഷ് കുമാറിനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 2 പേരടക്കം 7 പ്രതികളെ വെറുതെ വിട്ടത് കഴിഞ്ഞ ദിവസമാണ്. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ തെളിവുകളുടെ അഭാവം തന്നെയാണ്. കേസുമായി പ്രതികളെ ബന്ധിപ്പിക്കുന്ന തെളിവുകളില്ലെന്ന വിലയിരുത്തലാണ് ഹൈക്കോടതി നടത്തിയത്. മാപ്പുസാക്ഷിയെ അമിതമായി ആശ്രയിച്ച പ്രോസിക്യൂഷന് കനത്ത തിരിച്ചടിയാണ് ഈ ഉത്തരവിലൂടെ നേരിടേണ്ടി വന്നത്. പോലീസിനും നടപടിക്രമങ്ങളിൽ ഗുരുതര വീഴ്ചയുണ്ടായി. തൊണ്ടി മുതലുകളുടെ പരിശോധന പോലീസ് കൃത്യമായി നടത്തിയില്ല. കൊല്ലാൻ ഉപയോഗിച്ച കത്തി എവിടെ നിന്ന് കണ്ടെത്തി എന്നതിന് കൃത്യമായ വിവരമില്ല. അതിലെ ചോരപ്പാടുകൾ ആരുടേതെന്ന് തിരിച്ചറിയാനുള്ള പരിശോധനകൾ പോലും അന്വേഷണ സംഘം നടത്തിയില്ല. കൊലപാതകത്തിന് മുമ്പ് സന്തോഷിനെ തട്ടിക്കൊണ്ടുപോകാൻ പ്രതികൾ ഉപയോഗിച്ച ടാറ്റ സുമോ കാറിന്റെ ഡ്രൈവർ 4ാം പ്രതി നാസറുദ്ദീനെ മാപ്പുസാക്ഷിയാക്കുകയായിരുന്നു പോലീസ്. ഇയാളുടെ മൊഴിയിൽ പക്ഷേ ധാരാളം വൈരുദ്ധ്യങ്ങളും കൃത്യതയില്ലായ്മയും പ്രകടമായിരുന്നു. ഈ പൊരുത്തക്കേടുകളാണ് കേസിൽ തിരിച്ചടിയായത്. പൊരുത്തക്കേടുകൾ നിറഞ്ഞ മൊഴി വിശ്വാസയോഗ്യമല്ലെന്നും നാസറുദ്ദീൻ ഉന്നയിച്ച കാര്യങ്ങൾ സ്ഥിരീകരിക്കാനായില്ലെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു. സാഹചര്യ തെളിവുകളുടെയും മാപ്പുസാക്ഷി മൊഴിയുടെയും അടിസ്ഥാനത്തിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് സെക്ഷൻ കോടതി വിധിക്കുകയായിരുന്നു. എന്നാൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരെ കുറ്റകൃത്യമായി ബന്ധിപ്പിക്കുന്ന യാതൊരു തെളിവുകളും സ്ഥാപിക്കാനായിട്ടില്ലെന്നാണ് ഹൈക്കോടതി ഉത്തരവിലുള്ളത്. ജെറ്റ് സന്തോഷിന്റെ കൊലപാതകത്തിന് കാരണം നഗരത്തിലെ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയായിരുന്നു. ഗുണ്ടയായ സോജുവിന്റെ എതിർ സംഘാംഗമായിരുന്നു കൊല്ലപ്പെട്ട ജെറ്റ് സന്തോഷ്. 2012 കരമന സജിയെ കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് സോജു. കേസിലെ 4ാം പ്രതിയും പിന്നീട് മാപ്പുസാക്ഷിയുമായ നാസറുദ്ദീന്റെ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷൻ കേസ് വിചാരണ കോടതിയിൽ എത്തിച്ചതെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ഇതിൽ മാപ്പുസാക്ഷിയായി നാസറുദ്ദീനെ ഉൾപ്പെടുത്തിയതിലെ സാഹചര്യങ്ങളും കോടതി ചോദ്യം ചെയ്തു. നാസറുദ്ദീന്റെ അറസ്റ്റിന്റെ സംശയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ വൈരുദ്ധ്യവും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പ്രതിയായിരുന്നപ്പോഴും മാപ്പുസാക്ഷിയായപ്പോഴും നാസറുദ്ദീന്റെ മൊഴികളിലുണ്ടായ വൈരുദ്ധ്യവും കോടതി എടുത്തു പറഞ്ഞു. പ്രതികൾ സന്തോഷിന്റെ കൈയും കാലും വെട്ടിയെടുക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞ നാസറുദ്ദീൻ ക്രോസ് വിസ്താരത്തിൽ പറഞ്ഞത് താൻ ഇക്കാര്യം അറിഞ്ഞത് പത്രവാർത്തയുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ്. നാസറുദ്ദീൻ പറയുന്ന കാര്യങ്ങൾ നിലനിൽക്കുന്നതാണോ എന്ന് സ്വതന്ത്രമായി പരിശോധിക്കാൻ വിചാരണ കോടതി തയ്യാറായിട്ടില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 4ാം പ്രതിയായിരുന്ന നാസറുദ്ദീന് നടന്ന സംഭവങ്ങളിലുള്ള പങ്ക് പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ട്. എന്നാൽ ഇതെല്ലാം കേസന്വേഷണത്തിന്റെ ഒടുവിൽ മാറി മറിയുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മറ്റു സാക്ഷികളൊന്നും പ്രതികളെ തിരിച്ചറിയാതിരുന്നിട്ടും നാസറുദ്ദീൻ മാത്രമാണ് ഇവരെ തിരിച്ചറിഞ്ഞത്. നാസറുദ്ദീന്റെ വാദങ്ങൾ വധശിക്ഷ അടക്കമുള്ളവ വിധിച്ചിരിക്കുന്നതെന്നും കോടതി പറഞ്ഞു. കേസിലെ 2ാം സാക്ഷി ബാർബർ ഷോപ്പ് ഉടമയും 3ാം സാക്ഷിയായ ഓട്ടോറിക്ഷ ഡ്രൈവറും കൂറുമാറിയിരുന്നു. പ്രതികളെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നായിരുന്നു ഇവരുടെ നിലപാട്. പ്രതികൾ എത്തിയ വാഹനം എന്നാണ് പിടിച്ചെടുത്തതെന്നത് സംബന്ധിച്ചും പൊരുത്തക്കേടുകളുണ്ട്. കേസിൽ തുടക്കത്തിലുണ്ടായിരുന്ന 2 പ്രതികളെ ഒഴിവാക്കുകയും എന്നാൽ അതേ കുറ്റം ചെയ്ത നാസറുദ്ദീനെ പ്രതിയാക്കുകയും പിന്നീട് മാപ്പുസാക്ഷിയാക്കുകയും ചെയ്തു തുടങ്ങിയ പ്രോസിക്യൂഷന്റെ കേസും അത് വിചാരണ കോടതി പരിഗണിച്ചതുമെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഇപ്പോൾ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. കേസിൽ 7ാം പ്രതിയായ അമ്മയ്ക്കൊരു മകൻ സോജു എന്ന അജിത് കുമാർ, 1ാം പ്രതി ജാക്കി എന്ന അനിൽകുമാർ എന്നിവരുടെ വധശിക്ഷയും 10ാം പ്രതി കിഷോർ, 5ാം പ്രതി സുര എന്ന സുരേഷ് കുമാർ, 2ാം പ്രതി പ്രാവ് ബിനു എന്ന ബിനുകുമാർ, 9ാം പ്രതി ബിജുക്കുട്ടൻ എന്ന ബിജു, 8ാം പ്രതി കൊച്ചു ഷാജി എന്ന ഷാജി എന്നിവരുടെ ജീവപര്യന്തവുമാണ് ഹൈക്കോടതി റദ്ദാക്കിയത്.